ചെയ്ത്താരേ എന്റെ എന്റെ നടുപോയേ അറിയണ്ടേ എന്നായി നമുക്ക് അറിയണ്ടേ ചെയ്ത്തോനെ എന്റെ പെരിയ ഉടയോനെ ചെയ്തിപ്പോ എന്ത് സംഭവം എന്ന് അറിയണ്ടേ ഞങ്ങക്ക് എന്നാലും പറയാൻ പറ്റൂ. പൂലോ തകർന്ന് കാക്കാട്ട് പൂലോ തമ്പുരന്മാരെ തമ്പുരാക്കന്മാരാ ഇങ്ങനെ വന്നു നമുക്കറിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നീ എടുത്ത് വരുന്നത് ഞാൻ വരുന്നില്ല. ഞാൻ മലയാള മുകളിൽ നിന്നപ്പുറം എന്തിനു ഇങ്ങോട്ട് വന്നിനി? അവിടെ ഉള്ളുപൊട്ടൽ വന്നു. തമ്പുരാക്കന്മാരെ തമ്പുരാക്കന്മാരെ എന്റെ അവസ്ഥ കണ്ടോ ഇപ്പോ? എന്താന്ന് നമുക്ക് അറിയില്ല. അടുത്ത് പറഞ്ഞാൽ മതി. ഇതെല്ലാം വലിയ കഥയുണ്ട് ഉടയവനെ. ഇതെല്ലാം വലിയ കഥയാണ്. കുറെ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ സംഭവിക്കാണ്ട് ചെറുതായിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളിവിടെ കൂലോത്ത് ഒരു കാര്യസ്ഥനുണ്ടായി. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പണിക്ക് വന്നോണ്ടുണ്ടായി. ഇങ്ങനെ കാര്യസ്ഥന്റെ ഇടത്ത് പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെല്ല് കുത്തുന്ന പണിയിൽ ഏർപ്പെട്ടപ്പോ ഈ നെല്ലിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമില്ലേ, ഇതിങ്ങനെ വെളുത്തോ നോക്കല്. അപ്പൊ ഈ ശൈത്താൻ കണ്ടിട്ട് അത് ദൈവത്തിന്റെ വീട് നിവേദ്യാന്ന് പറഞ്ഞിട്ട് അത് ഉച്ചിഷ്ടാക്കിയവന്റെ എന്റെ നടുവിനടിച്ചതാണ്. ഞാൻ ഈ പരുവത്തിലായിപ്പോയത്. മനസ്സിലാക്കണ്ടേ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമെന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ഞാനിതാ ഇന്ന് ഇപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനങ്ങ് വളരെ ദൂരത്താ വന്നത്. എനിക്ക് ഇങ്ങനെ ഉറൂസിന് പോകാണ്ട് കിട്ടുക. അതിഞ്ഞാല് പള്ളിയിൽ പോണം. എനിക്കിപ്പോ വേഗം പോണ്ടേ. നിങ്ങ ആരെല്ലാം ഇവിടെ വന്നിട്ടില്ലേ? പറയാളുടെ മലയാളം പറഞ്ഞാൽ എന്തെന്നാണ് തെയ്യം കെട്ടുന്നവരാ. മടിയം പെരുമനാ ദേശത്ത് കോറങ്ങോൻ കുന്നിന് താഴെ ഇറങ്ങലില്ലേ? എപ്പോഴും കുന്നിന്റെ മുകളിലില്ല. അത് ഓരോ ആചാരപ്പേരാണ് ഓരോ സ്ഥലത്ത്. അറിയാം. ഞങ്ങളോട് വെറുതെ കളവ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആയിക്കട്ടെ. അറിയാം. എനിക്കിങ്ങനെ ഉറൂസിന് പോകാൻ കിട്ടുക. ഇനിയിപ്പോ ഞാൻ അധികം കാലുനേരൊന്നും വരുത്തുന്നില്ല. അതിനിപ്പോ എന്താ വേണ്ട പയക്കെടുക്കണ്ടേ? ഇപ്പൊ നിങ്ങളൊരു പയക്കെടുക്കണമെന്നാ. പിന്നെ ഞാൻ ഈ വേദനയും സഹിച്ചിട്ട് എങ്ങനെ ഞാൻ പയക്കെടുക്കണ്ട? ആടെ തന്നെ എടുക്കാം ഒരു പയക്ക്. കേൾക്കാൻ തന്നെ പാങ്ങണ്ട. ആദ്യം ഒന്ന് എടുക്ക്. അവിടെ എടുക്കിട്ടോ. എന്റെ തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരുടെ ഇവിടെ വന്നിട്ട് എല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തോടെ വേറെ മലയാളൊന്നും ഇല്ല വന്നിട്ടുണ്ട്. പയക്കെടുക്കുന്ന ആളൊന്നുമില്ല. എല്ലാം ഇങ്ങനെ മുമ്പിട്ട് വരണം. ആ ചെറുത്തൂർ മുതിരേനെ വിളിക്കണം ഇങ്ങോട്ട്. നിങ്ങൾ ആദ്യം ഒന്ന് എടുത്താലേ അവരെടുക്കുന്നു പറഞ്ഞു. എനക്കാവുന്നില്ല കേട്ടോ. അവിടെ നിന്ന് എടുക്കുന്നു വേഗം. നിങ്ങളൊന്ന് ചെറുങ്ങെടുക്കുക. എന്നാലേ നമുക്കെല്ലാം ഒരു മൂഡ് വരും. ഞാൻ നല്ലോണം എല്ലാം പഠിച്ചു പോയി. ഇപ്പൊ എല്ലാം മറന്നു. ഇപ്പൊ അതുകൊണ്ട് തെറ്റാനും കുഴപ്പമില്ല. അടുത്ത് എടുക്കിട്ടോ. ഇങ്ങനെ എനിക്ക് ആവുന്നില്ല, കഴിയുന്നില്ല. എനിക്ക് വേദന കൊണ്ട് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ തമ്പുരാട്ടിയോടും തമ്പുരാക്കന്മാരോടും കൊയമ്പിൻ്റെ കാശെല്ലാം മേടിച്ചിട്ട് എനിക്കിപ്പോൾ വേഗം പോകണം. എനിക്ക് ഉറൂസിന് പോകേണ്ട. മലകള് മാറ്റി മറിച്ച് മണി
ഉസാറുണ്ട് കേട്ടോ. ഒന്നെടുക്ക് അവിടെ എത്താൻ ചെറുങ്ങനെ എന്റെ പരന്തൊട്ട പരക്കുന്ന പടത്രമാണ്. പറക്കുന്ന ആളുണ്ട് ഇങ്ങോട്ട് വരില്ല, മുമ്പോട്ട് വരില്ല. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വലകിലെത്തിയ സുന്ദരി എന്ന് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ദൂരം കേൾക്കണേ കണ്ണിനാലിന്റെ കരളിലൊരു നൊമ്പരം കൽവിലെറിഞ്ഞപ്പോൾ അന്ന് ഞമ്മള് കയറ് പൊട്ടിയ നൊമ്പരം ഏറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ എന്തിനാണ് ഏറിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നേ ഇത്രയും പാടി ഞാൻ ഇപ്പൊ ആരും പാടൂല അങ്ങനെ അവിടെ നടന്ന് എടുക്ക് ചെറുങ്ങനെ എടുത്തിട്ട് നമുക്ക് തമ്പുരാനെല്ലാം ഒളിമ്പരി പൈസയും ഇതെല്ലാം മണിക്കുണ്ട് തമ്പ്രാട്ടിമാരെ ഒരു പാട്ട് പാടുന്നാരുണ്ടാ? എനിക്ക് കഴിയുന്നില്ല. നിങ്ങളൊരു പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നിന്. പാടുന്നവരുണ്ടാവും അങ്ങ് പറഞ്ഞാല് പാടുവര് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. പാടുന്ന ആളുണ്ടെങ്കിൽ വാപ്പാ. ഉള്ളിലേ പാടുമല്ലോ ആർന്ന് പാടിയാ മതി. തമ്പ്രാനെ ഒന്ന് കഴിയുന്നില്ല. എനിക്ക് ഉറൂസിന് പോകാനുണ്ട് വേഗം. ഇതിപ്പോ എല്ലാം നേരത്തിന്റെ പണിയെടുക്കാനല്ല തീരെ പോവാനും വൈകി. പണ്ടത്തെ വാതിലും വൈകൊന്നും ഇല്ല ഇപ്പൊ. തമ്പ്രാൻ പാടുന്നുണ്ടാ? ഇതവിടെ കുറെ കുഞ്ഞു കുട്ടികളാണെല്ലാം വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് എല്ലാരും പാടുന്ന ആളുണ്ട്. പക്ഷെ ആരും മിണ്ടുന്നില്ല. ജോനും കുറെ ജോനത്തിയെല്ലാം ഉണ്ടല്ലോ. അത് പാടുന്നുണ്ട് ആരെങ്കിലും? അതെ ഞാനതന്നെ ഇപ്പൊ പാടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഒന്നും കൂടി എടുത്തിട്ട് ഒരു പയക്കം കൂടി എടുത്തിട്ട് ഞാൻ വേഗം പോയിക്കോളാം ഇപ്പൊ. പാവാട വേണം മേളാട വേണം പഞ്ചാര പൈങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ പാവാട വേണം മേളാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക് ലാലെ ഉമ്മ പല്ലാക്ക് വേണ്ട അയ്യായിരം കൊടുക്കാം അതിനൊപ്പം മഹമായി പണമായി തന്നാൽ നിക്കാകെ പൊടി കൊടുക്കാം നിക്കാകെ പൊടി കൊടുക്കാം കന്നിപ്പളുങ്കെ പൊന്നിൻ കീഴാവേ സുന്ദരി പൊന്നാരെ കൺമണി കൊണ്ടിന് കള്ളപ്പരിഭവം കല്യാണരാവല്ലേ ഇനി ഞാക്ക് ആവൂല ധാരാളം മതി. എനിക്ക് സന്തോഷമായിട്ടോ. ചെമ്പാശൻ മണിക്കാം തമ്പ്രാട്ടിമാരെ പൈമ്പന് എന്തെങ്കിലും തട്ടോ ചെമ്പാശലുണ്ടെങ്കിൽ തന്നേക്കും. ഞാൻ പോയിക്കോളാം. കൊടുക്കണം ചെമ്പാട്ടം കൊടുക്കണം തമ്പ്രാക്കന്മാരെ